അജിന്ത് അജയ് നമുക്കൊപ്പം ചേരുന്നു. അജിന്ത്, അന്ന് വിപിൻ വിജയുടെ ഓപ്പൺ ഡിഫൻസിന്റെ വേളയിൽ അജിന്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? അജിന്ത് പറഞ്ഞോളൂ. ഞാൻ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായ ഒരാളാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഓപ്പൺ ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ ആ പരിസരത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും മറ്റ് സുഹൃത്തുക്കളും സംസ്കൃതം വിഭാഗത്തിലെ ഗവേഷകരും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും തന്നെ അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം തന്നെ അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സർവകലാശാല എന്ന് പറയുന്നത് കേരളത്തിലെ കേരള സർവകലാശാല, നമ്മുടെ മാതൃ സർവകലാശാല, ഇന്ത്യയിൽ തന്നെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ NIRF റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച റാങ്കിങ്, ഉയർന്ന റാങ്കിങ് കരസ്ഥമാക്കിയ, ഉന്നതമായ അക്കാദമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓപ്പൺ ഡിഫൻസുകൾ എന്നൊക്കെ പറയുന്നത് വലിയ തരത്തിലുള്ള അക്കാദമിക ചർച്ചകൾക്ക് വേദിയാവുന്ന ഒരിടങ്ങളായിട്ടാണ് ഇന്ന് വരെ ഇത്ര കാലം ഞങ്ങളൊക്കെ ഗവേഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഓപ്പൺ ഡിഫൻസാണ് അന്ന് ആ ദിവസം വിപിൻ വിജയൻ്റെ ഓപ്പൺ ഡിഫൻസ് ദിവസം കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു പ്രൊഫസർ, ഒരു ഡീൻ, ഒരു HOD കാണിക്കേണ്ട ഒരു മര്യാദയും പുലർത്താതെ ആ പരിപാടി മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് അവിടെ പ്രസന്റ് ചെയ്യുന്ന ഗവേഷകന്റെ മാനസിക നില തകരാറാക്കുന്ന രീതിയിലേക്ക്, മുഴുവൻ ആളുകളെയും ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന രീതിയിലേക്കാണ് ആ ചർച്ച നീണ്ടുപോയത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അധ്യാപകരും വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കയ്യടിക്കുകയാണ്. ഈ ഡീനിനെതിരെ സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് കയ്യടിക്കുകയാണ്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ്, പ്രയാഗ്രാജ്, അദ്ദേഹമാണ് എക്സ്റ്റേണൽ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, വൈ ഹോണറബിൾ വൈസ് ചാൻസലർ അപ്പോയിന്റഡ് മീ, ഐ ആം ദ ചെയർമാൻ ഓഫ് ദിസ് ഓപ്പൺ ഡിഫൻസ്, I am not an ordinary man. I am a professor, Central University of Allahabad. I am appointed for conducting this Viva Voice. Why examiner commented on positive report? അദ്ദേഹം പറയുന്നത്, ഞാനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ. ഞാൻ എന്നെ അപ്പോയിന്റ് ചെയ്തത് നിങ്ങൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇത്തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞത്, അവസാനം പറഞ്ഞത്, ഐ റെക്കമെൻഡ് വിപിൻ വിജയൻസ് തീസിസ് ഫോർ ഡോക്ടറേറ്റ് എന്നാണ്. അദ്ദേഹം തീസിസ് റെക്കമെൻഡ് ചെയ്ത് ഡോക്ടറേറ്റിലേക്ക് യൂണിവേഴ്സിറ്റിയെ ശുപാർശ ചെയ്ത സംഭവത്തിനകത്ത് ഡീനിന് ഇത്തരത്തിൽ ഇടപെടാൻ ഒരു അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എൻ്റെ കയ്യിലിരിക്കുന്നത് പ്രോട്ടോകോൾ ഫോർ കണ്ടക്ടിങ് ഓപ്പൺ ഡിഫൻസ് ആണ്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റാണ്, ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് or chairperson of the department doctoral committee of the subject concerned shall arrange all necessary facilities for the smooth conduct of the open defense എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഡീൻ സംസ്കൃതം HOD കൂടിയാണ്. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി തന്നെ പുറപ്പെടുവിച്ച പ്രോട്ടോകോളിനകത്ത് സ്മൂത്തായി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം കൈക്കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഡീനും വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അവിടെ ഓപ്പൺ ഡിഫൻസിൽ കൂടി ആർക്ക് വേണമെങ്കിലും ആ ഗവേഷകൻ പ്രബന്ധത്തിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉന്നയിക്കാം, അതിൽ തടസ്സമില്ല. പക്ഷേ ചെയർപേഴ്സന്റെ റെക്കമെൻഡേഷനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു സൂപ്പർ ചെയർപേഴ്സണായി, ഒരു സൂപ്പർ ജൂറിയായി എങ്ങനെയാണ് ഈ ഡീൻ പ്രവർത്തിച്ചത്? അതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്താണോ അജിത്? ഒരു സംശയമില്ല, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചെയർപേഴ്സൺ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ഓഫ് ദ പ്രോട്ടോകോൾ ഈസ് ഓൺലി വോട്ട് ഓഫ് താങ്ക്സ്. അതായത് അദ്ദേഹം തന്നെ ഞാൻ ഈ വിപിൻ വിജയനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നടപടിക്രമം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലി ചെയ്യേണ്ടത് നന്ദി പറയലാണ്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഡീൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇദ്ദേഹം MPhil പഠിച്ചൊരു സമയമുണ്ട്. 2015 വിപിൻ വിജയൻ കേരള സർവകലാശാലയിൽ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ MPhilന് ചേരുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ ഗൈഡ് എന്ന് പറയുന്നത് വിജയകുമാരിയാണ്. വിജയകുമാരി ഗൈഡ് ചെയ്തുകൊണ്ട് സംസ്കൃതത്തിൽ ഇദ്ദേഹത്തിന് MPhil സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ വിപിൻ വിജയനുമായി നിരന്തരമായ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളായി വിജയകുമാരി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓപ്പൺ ഡിഫൻസിലേക്ക് PhDയിലേക്ക് 2019 അഡ്മിഷൻ എടുത്തപ്പോൾ ഇതേ വിജയകുമാരി
തങ്ങളുടെ നമുക്ക് അരുൺ സാറിനറിയാം, ഡോക്ടറൽ കമ്മിറ്റി കൂടുമ്പോൾ മുഴുവൻ ആളുകളുടെയും അംഗീകാരം മേടിച്ച ശേഷമാണ് നമുക്ക് ഇതിനകത്ത് ആളുകളെ അഡ്മിഷനേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നത്. ആ ഡോക്ടറൽ കമ്മിറ്റിയിൽ വെച്ച് വിജയകുമാരി ഇദ്ദേഹത്തിനെ ഒരു കാരണവശാലും എടുക്കരുതെന്ന് അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന, താൻ ഏത് ഐഡന്റിറ്റിയിലാണ്, തൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് കൃത്യമായി അറിയുന്ന വിജയകുമാരി അന്ന് തന്നെ ഇദ്ദേഹത്തെ എടുക്കരുതെന്ന് പറഞ്ഞ് ആ ഡോക്ടറൽ കമ്മിറ്റിയിൽ ഒപ്പിടാതിരിക്കുകയും മറ്റ് പ്രൊഫസർമാർ മുഴുവൻ ഇദ്ദേഹത്തെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് PhD അഡ്മിഷൻ കൊടുക്കണമെന്ന് വാദിക്കുകയും ചെയ്ത് ഇദ്ദേഹം എന്നിട്ട് വിജയകുമാരി യൂണിവേഴ്സിറ്റിയിലേക്ക് പരാതി പോയി. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം PhD അഡ്മിഷൻ എടുക്കാൻ മറ്റ് വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് വിപിൻ വിജയന് വഴുകുന്ന ലേറ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരന്തരമായ ജാതി വിവേചനത്തിൻ്റെതായിട്ടുള്ള ഒരു ഘടകമുണ്ടോ അജിത്? തീർച്ചയായും അത് കേവലം വിജയകുമാരിയോട് മാത്രമുള്ള സമീപനമായി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പാടില്ല. റിപ്പോർട്ടറിനകത്ത് അടക്കം വാർത്ത വന്നതാണ്, ഒരു മുസ്ലിം വിദ്യാർത്ഥിയോട് അപമര്യാദയായി തൻ്റെ മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിപിൻ വിജയൻ ഈ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായി. അദ്ദേഹം കരയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഈ ഡീനിനോട്, എന്നെ പഠിപ്പിച്ച അധ്യാപിക എന്ന ആ ഒരു ബന്ധം വെച്ചുകൊണ്ട്, ടീച്ചർ PhD എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ്, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചത് ആ ഡോക്ടറേറ്റ് എന്നുള്ള പദവി ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോയി കരഞ്ഞു പറയുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ, ഈ വിജയകുമാരി പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല സംസ്കൃതം എന്ന് പറയുന്നത്, ഇത് പരിശുദ്ധമായൊരു സബ്ജക്റ്റാണ്, നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് കളങ്കപ്പെടുത്തുകയാണെന്ന് ഇദ്ദേഹത്തോട് നേരിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കേൾക്കാൻ അവിടുത്തെ അധ്യാപകരുണ്ടായിരുന്നു, അവിടുത്തെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, സഹപാഠികളുണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കാൻ അർഹതപ്പെട്ട ഒരു തീർച്ചയായും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, അതെ, മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതേ ഡിപ്പാർട്ട്മെന്റിൽ ഈ ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മുന്നിൽ കൂടി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളതാണ് ഗൗരവപരമായിട്ടുള്ള വിഷയം. തനിക്ക് എന്തും പറയാം, തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ധാർഷ്ട്യത്തിന്റെ പുറത്ത് മാത്രമേ ഒരു മനുഷ്യൻ അത്രയും നീചമായ വാക്കുകൾ, മലിനമസമായ വാക്കുകൾ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ, താൻ പഠിപ്പിച്ച മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ മുന്നിൽ നോക്കി പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. Debate with Dr. Arun Kumar.